രാശിക്ക് ഭീഷണിയായ ലഹരിക്കെതിരെ കുഴുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. ജാഥ ക്യാപ്റ്റൻ കുഴുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS നിബിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജാഥ മാനേജറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ MM പ്രമുഖൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് MP ഷൈനി ചടങ്ങ് ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കുഴുപ്പള്ളി പള്ളി ഇമാം മുഹമ്മദ് സലീം നദ്വി മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് പദയാത്രയും നടന്നു. ആരംഭിക്കുന്നതിന് മുമ്പേ ലോകത്തിൻ്റെ കാരുണ്യദീപം ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനുമായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ യോഗത്തിലും രാജ്യത്തെ നടുക്കിയ കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ മരണമടഞ്ഞവർക്കും ഈ യോഗം അനുശോചനം രേഖപ്പെടുത്താം എന്ന പേരിൽ തുടർച്ചയായി ഇനി നടത്താൻ പോകുന്ന പരിപാടികളുടെ മുന്നോടിയായി ഇന്ന് നടത്തുന്ന പദയാത്രയുമായി ബന്ധപ്പെട്ട ആദ്യ യോഗത്തിന് സ്വാഗതം പറയുന്നതിനായി ഈ വാർഡിന്റെ മെമ്പറും കുഴുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഈ ജാഥയുടെ മാനേജറുമായ ശ്രീ MM പ്രമുഖനെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രസിഡന്റ് ശ്രീ KS നിബിൻ, അതുപോലെ ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി MP ഷൈനി, അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എടമലക്കാട് മഹല്ലിമാം മുഹമ്മദ് സലീം സദ്ദി, അതുപോലെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സിനി ജെയ്സൺ, കുഴുപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ CK ആനന്ദകൃഷ്ണൻ, CPMന്റെ ലോക്കൽ സെക്രട്ടറി ശ്രീ ദിനരാജ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള ശ്രീ KS ചന്ദ്രൻ, ഡിജിത ദേവു, നിസരി സുകേഷ്, ബീന ദേവസി, വർഷ ഹരീഷ്, വിപിന അനീഷ്, MP രാധാകൃഷ്ണൻ, സവിത അരോഷ്, CDS ചെയർപേഴ്സൺ ശ്രീമതി ലളിത രമേശൻ, മറ്റു മാധ്യമ സുഹൃത്തുക്കളെ, പോലീസ് അംഗങ്ങളെ, അതുപോലെ അംഗൻവാടി ടീച്ചർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശാപ്രവർത്തകർ, സമൂഹത്തിൻ്റെ മുഖ്യധാരയിലുള്ള ഒരുപാട് ആളുകളുടെ കൂട്ടായ്മയിലൂടെയാണ് നമ്മൾ ഈ പരിപാടി ഇന്ന് നടത്തപ്പെടുന്നത്. അപ്പോൾ വിശിഷ്ടരായിട്ടുള്ള ഒരുപാട് ആളുകളെല്ലാം ഇതിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം ഇന്ന് ലഹരിക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടത്തിൻ്റെ പാതയിലാണ്. അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തും നമ്മുടെ പൊതുസമൂഹവും ഇതിനെ നേരിടുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്ക് കഴിയാവുന്ന രീതിയിൽ, സംഘടനാതലത്തിൽ കഴിയാവുന്ന രീതിയിലുള്ള സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയാവുന്ന പഞ്ചായത്ത് തലത്തിൽ ചെയ്യാവുന്ന പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം എന്തുകൊണ്ടാണ് ലഹരിക്കെതിരെ ഇങ്ങനൊരു യുദ്ധപ്രഖ്യാപനം നമ്മൾ നടത്തേണ്ടി വന്നത്. നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന വലിയ വിപത്തായിട്ട് ലഹരി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സർവ്വ മേഖലകളിലും ലഹരിയുടെ പിടിമുറുക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൊതുസമൂഹത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ, നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാവുന്ന അക്രമവാസനകൾ ഒരുപക്ഷെ നമ്മളെല്ലാം മാനസികമായിട്ട് തകർത്തുകൊണ്ട് നിരവധി രക്ഷകർത്താക്കളെ പോലും മക്കളും മറ്റുള്ളവരും നിഷ്ഠൂരമായിട്ട് കൊല്ലുന്നതെല്ലാം നമ്മുടെ മനസാക്ഷിക്ക് നിരക്കാത്തതായിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ ആലോചിക്കാൻ തുടങ്ങിയത്, എന്തുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇതെല്ലാം സംഭവിച്ചു. അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത്, ലഹരിയുടെ അമിതമായിട്ടുള്ള പ്രവാഹം നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. അത് ഇല്ലാതാക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരാൾ വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ നമ്മളെപ്പോലെയുള്ള ജനസമൂഹത്തിൻ്റെ കൈകളിലേക്ക് കൂടി ഈ കാര്യങ്ങൾ തന്നത്. ഒരുപക്ഷെ ഭരണ സംവിധാനത്തിൽ നമുക്ക് അറിയാം, എക്സൈസ് ഉണ്ട്, പോലീസ് ഉണ്ട്. ആ സംവിധാനങ്ങളുടെ പോരായ്മകൾ എന്ന് വെച്ചാൽ അവരെ കൊണ്ട് കഴിയാവുന്നതിന് അപ്പുറത്തേക്കായിട്ട് ഇന്ന് ലഹരിയുടെ മാഫിയകൾ അല്ലെങ്കിൽ ലഹരിയുടെ ആളുകൾ കടന്നു കയറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് വിശിഷ്ട വ്യക്തികൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. പക്ഷേ നമുക്കറിയാം, മുനമ്പം സ്റ്റേഷൻ അതിർത്തിയിൽ നമ്മൾ തറവട്ട വരുന്ന ഏറ്റവും മോശമായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ലഹരിയുടെ ഉപയോഗത്തിൽ ഇപ്പോൾ കുഴുപ്പള്ളി പഞ്ചായത്തിലെ 11ാം വാർഡാണ് ഈ പ്രദേശമായി. നമുക്കറിയാം, ഇവിടെ അങ്കനവാടിയുടെ പരിസരത്ത് വരെ മദ്യം അതിരാവിലെ തൊട്ട് 6 മണി തൊട്ട് രാത്രി വരെ വിൽക്കുന്ന ഒരു സംവിധാനം എല്ലാ മേഖലകളിലും നമ്മുടെ ഈ പ്രദേശത്ത് എവിടെയായാലും. ഒരുപക്ഷെ നമ്മൾ പോലീസിൽ പരാതി, എക്സൈസിൽ പരാതി പറഞ്ഞെങ്കിൽ പോലും ഇതുവരെ നമുക്കതിന്
പരിഹാരമുണ്ടായിട്ടില്ല. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ എത്രയോ കുടുംബങ്ങളാണ് തകർന്ന് തരിപ്പണമാവുന്നത്. നമ്മൾ ഒരിക്കലും 2, 4, 5 പേരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. കുടിക്കാൻ കുറച്ച് പേരുണ്ട്, പക്ഷേ തകർന്നടിയുന്ന കുറേ കുടുംബങ്ങളുണ്ട് ഇവിടെ. നിരവധിയായിട്ടുള്ള കുടുംബങ്ങളിൽ ബാങ്ക് ലോണുണ്ട്, വീട്ടിലൊക്കെ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പറ്റാനുള്ള കുട്ടികളുടെ പഠിത്തം, വിവാഹം, ഇതെല്ലാം താഴേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ഭാഗമായിട്ട് കൂടി നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം. നമ്മൾ ആരെയും എതിർക്കാനല്ല, അല്ലേ, നല്ല വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. നമുക്ക് ആരെയും തല്ലുപിടിക്കാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല. എന്തെങ്കിലും പ്രശ്നങ്ങളിൽ അതിൽ നിന്ന് മാറി ഒരു നല്ല സമൂഹമായിട്ട് മാറാനും നല്ല സമൂഹമായിട്ട് വളരാനും കുട്ടികൾക്ക് ഇവിടെ നല്ല വിദ്യാഭ്യാസം കിട്ടാനും മാതൃകാപരമായിട്ട് ജീവിക്കാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പം മുഹമ്മദ് സലീം നദ്വി, നമുക്കെല്ലാവർക്കും സ്വാഗതം ആശംസിച്ച ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ജാഥ മാനേജറുമായ ശ്രീ MM പ്രമുഖൻ, ജാഥ വൈസ് ക്യാപ്റ്റൻ വൈസ് പ്രസിഡന്റ് ശ്രീമതി സിനി ജെയ്സൺ, പഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ MP രാധാകൃഷ്ണൻ, CPMന്റെ ലോക്കൽ സെക്രട്ടറി സഖാവ് KS ദിനരാജ്, സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ CK അനന്തകൃഷ്ണൻ, പ്രിയപ്പെട്ട കുഴിപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാർ, എല്ലാവരെയും പ്രത്യേകിച്ച് പേരെടുത്ത് ഇനി അഭിസംബോധന ചെയ്യുന്നില്ല. കാരണം പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴും സൈഡിലേക്ക് നോക്കിയപ്പോഴും എല്ലാവരും തന്നെ വിശിഷ്ട വ്യക്തിത്വങ്ങളാണ്. വിവിധ രാഷ്ട്രീയ, സാംസ്കാരിക, സാമുദായിക, റെസിഡൻസ് അസോസിയേഷൻ അടക്കം ഉള്ള പ്രതിനിധികൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും സ്നേഹത്തോടെ അഭിസംബോധന ചെയ്യുകയാണ്. അംഗൻവാടി ടീച്ചർമാർ, ആശമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, അങ്ങനെ ഏറെ പ്രിയപ്പെട്ടവരെ. അധികം ദീർഘമായൊരു സംസാരത്തിന് എനിക്ക് സമയമില്ല. കാരണം എനിക്ക് ശേഷം 2 നല്ല പ്രാസംഗികർ സംസാരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പഞ്ചായത്ത് കമ്മിറ്റിയിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ആദ്യമായിട്ട് ഇത്തരത്തിൽ ലഹരിക്കെതിരെ ഒരു പോരാട്ടം കുഴിപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നടത്തേണ്ടതുണ്ട് എന്ന് അറിയിക്കുകയും അങ്ങനെ നമ്മൾ കൂട്ടമായി ചർച്ച ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ ഇനി തുടർച്ചയായി ലഹരിക്ക് എതിരെ നമ്മളുടെ സർക്കാരും വിവിധ സംഘടനകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിന്റെ ഭാഗമായിക്കൊണ്ട് തുടർച്ചയായി ഇതിനെതിരെ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനമെടുക്കുകയും അതിന്റെ മുന്നോടിയായി നമ്മളുടെ പഞ്ചായത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും കാൽനടയായി യാത്ര ചെയ്തുകൊണ്ട് ലഹരിക്കെതിരെ ബോധവൽക്കരണവും, ലഹരിക്കെതിരെ പ്രതികരിക്കുമ്പോൾ ആരും ഒറ്റപ്പെട്ടു പോകില്ല, ഞങ്ങൾ കൂടെയുണ്ട്, ഒരു പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും മുഴുവൻ സംവിധാനങ്ങളും നിങ്ങൾക്കൊപ്പമുണ്ട് എന്നൊരു സന്ദേശം കൂടി നൽകുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഈ പദയാത്ര നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പൊ അതിനുവേണ്ടി ഉദ്ഘാടനത്തിനായി തിരഞ്ഞെടുക്കുന്ന ഈ പ്രദേശത്ത് പോലും വലിയ രീതിയിൽ മയക്കുമരുന്നും മദ്യവും ഉപയോഗിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന പ്രദേശങ്ങളാണ്. പല ആളുകളും ഇപ്പോ ഇത്തരത്തിൽ ലഹരി മരുന്നുകളും മദ്യം വീട്ടിൽ ഗ്ലാസ്സിലൊഴിച്ചടക്കം വിറ്റുകൊണ്ട് കുറെ പൈസയൊക്കെ സമ്പാദിച്ചുകൊണ്ട് വലിയ മാന്യന്മാരായിട്ട് നടക്കുക, വലിയ കയ്യിൽ കുറെ കാശൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കുറെ ആളുകൾ നടക്കുന്നുണ്ട്. അവരോട് മാത്രം ചെറിയൊരു സൂചന മുന്നിലേക്ക് വെച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുക. ഇത്രയും നാൾ നിയമത്തിനെയും നിയമവാഴ്ചയെയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പ്രശ്നമില്ലാതെ അവിടുത്തെ അമ്മമാരുടെയും മക്കളുടെയും ഒക്കെ കണ്ണീര് വകവെക്കാതെ നിങ്ങൾ മദ്യവും മയക്കുമരുന്നൊക്കെ വിറ്റ് സുഖമായിട്ട് ജീവിച്ചു. പക്ഷെ ഇനി അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. കാരണം ഒരാളോ രണ്ടാളോ അല്ല നിങ്ങളെ എതിർക്കാൻ വേണ്ടി മുന്നോട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഒരു സമൂഹം ഒന്നാകെ നിങ്ങളെ എതിർക്കാൻ മുന്നോട്ട് വരാൻ വേണ്ടി പോവുക. ഈ പ്രദേശത്ത് മദ്യവും മയക്കുമരുന്നും വിറ്റുകൊണ്ട് ഈ നാടിനെ വെല്ലുവിളിക്കുന്ന ആളുകൾക്കെതിരെ ഈ സമൂഹം ഉണ്ടാകും എന്ന ഉറപ്പോടുകൂടി അവർക്കെതിരെ നമ്മളെല്ലാവരും ശക്തമായി അണിചേരും. നിങ്ങളുടെ ഗുണ്ടായിസം ഈ നാട്ടിൽ നടപ്പിലാകില്ല എന്ന് അവർക്ക് മുന്നിൽ ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഈ പദയാത്രയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കുന്നതിനായിട്ട് ബഹുമാനിയായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ആദ്യമായി മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് സലീം നദ്വി അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാന്യ അധ്യക്ഷൻ KS നിതിൻ സാർ ഈ സദസ്സിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ശ്രീമതി ഷൈനി ജില്ലാ പഞ്ചായത്ത് അംഗം, മറ്റ്
അധ്യക്ഷനൊക്കെ പറഞ്ഞതുപോലെ പ്രമുഖരായ ഒരുപാട് ആളുകൾ എല്ലാവരോടും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നന്മ നേർന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ലഹരിക്കെതിരെ പടയൊരുക്കം. പടയൊക്കെ ഇപ്പോൾ ഒരുക്കിയിട്ട് കാര്യമില്ല, ഇത് നേരത്തെ ഒരുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു ഒരുക്കം നടത്തിയിട്ട് ഗുണമൊന്നും തോന്നുന്നില്ല. പക്ഷെ ഇപ്പോഴെങ്കിലും നിങ്ങൾ ഉണർന്നത് നന്നായി. അതിൽ പ്രത്യേകമായി ഈ ഗ്രാമപഞ്ചായത്തിനെ അഭിനന്ദിക്കുകയാണ്. ലഹരി മാത്രമല്ല ഈ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ല. മനുഷ്യരുടെ നന്മയെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ലഹരിയാകട്ടെ, അതുപോലെ തന്നെ മനുഷ്യന്റെ നന്മയെ നശിപ്പിക്കുന്ന എന്തെല്ലാം വഴികളുണ്ടോ ഇതിനെല്ലാം മനുഷ്യത്വം എതിരാണ്, മതങ്ങൾ എതിരാണ്. പക്ഷെ മതത്തിന്റെ ആളുകളെന്ന് പറയുന്ന ആളുകൾ പോലും അതിനെല്ലാം ദുർവ്യാഖ്യാനം ചെയ്ത് താൽക്കാലികമായ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി എല്ലാത്തിനെയും അനുവദിക്കുന്ന രീതികൾ നമ്മൾ മതങ്ങളിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞു, മദ്യം അത് ഉൽപ്പാദിക്കരുത്, അത് വിപണനം ചെയ്യരുത്, അത് ഉപയോഗിക്കരുത്, അത് നാശമാണെന്ന് പഠിപ്പിച്ചു. അതേപോലെ തന്നെ ക്രിസ്തുദേവനും പറഞ്ഞു, മദ്യം കഴിക്കുന്നവൻ സ്വർഗരാജ്യത്ത് പ്രവേശിക്കില്ല എന്ന് പറഞ്ഞു. പരിശുദ്ധമായ ഖുർആനും പറഞ്ഞു, ഇത് മ്ലേച്ഛ വൃത്തിയാണ്, പൈശാചികമായ വൃത്തിയാണ്, നിങ്ങൾ ഇതിന് പാടെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ഏകദേശം ഹൈന്ദവ വിശ്വാസികളാണെങ്കിലും ക്രൈസ്തവ വിശ്വാസികളാണെങ്കിലും മുസ്ലിം വിശ്വാസികളാണെങ്കിലും എല്ലാവരും ഇതിന് എതിരാണ്. പക്ഷേ ഇത് ഒഴിവാക്കുന്ന കാര്യത്തിൽ മതവിശ്വാസികളും അല്ലാത്തവരുമെല്ലാം ഐക്യത്തിലാണെങ്കിലും ഇത് ആവശ്യമാണെന്ന് പറയുന്ന കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ചാണ്. അത് വലിയ അപകടമാണ്. ഇത് ആവശ്യമല്ല, ഇത് നാശമാണ്. ഇത് നാശമാണെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. നമ്മുടെ വീടുകളിൽ, നമ്മുടെ നാടുകളിൽ, നമ്മുടെ പരിസരങ്ങളിൽ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകൽ ഈ സമൂഹത്തിന് നാശമാണ്. ആ നാശകാരികളെ നിയമപരമായി നേരിടാൻ നമുക്ക് കഴിയണം. ലഹരി എന്ന് പറയുമ്പോൾ പൊതുവെ ആളുകൾ വളരെ നിസ്സാരമായി കാണുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ പ്രവാചകന്റെ ഒരു വചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, ലഹരി എന്ന് പറയുന്നത് ഉമ്മുൽ ഖബാഇസ്, മുഴുവൻ മ്ലേച്ഛ പ്രവർത്തനങ്ങളുടെയും മാതാവ് ലഹരിയാണ്. ഒരുപാട് ആളുകൾ സംസാരിക്കുന്ന ഉള്ളത് കൊണ്ട് ഞാൻ നിർത്തുന്നില്ല. ഒരു ചെറിയൊരു കഥ പറയാം. പ്രവാചകൻ പറഞ്ഞ ഒരു കഥയാണ്. ഒരു നാട്ടിൽ ഒരു തെമ്മാടിയായ മനുഷ്യൻ പറഞ്ഞു, ഒരു നല്ല മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ 3 തിന്മകൾ നിന്നോട് ചെയ്യാൻ കൽപ്പിക്കുകയാണ്. അധികാരമുള്ളവർ അങ്ങനെയാണല്ലോ, മനുഷ്യനെ കൊണ്ട് തെമ്മാടിത്തരം കാണിക്കും. ഇപ്പൊ നമ്മുടെ രാജ്യത്തേക്ക് ഏറ്റവും കൂടുതൽ ബ്രൗൺ ഷുഗറും കഞ്ചാവും മയക്കുമരുന്നൊക്കെ കടന്നു വരുന്നത് ഈ രാജ്യം ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് നമ്മൾ ആദരവോടുകൂടി പറയുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയുടെ സംസ്ഥാനത്തിലൂടെയാണ്. അത് വലിയ നാശമല്ലേ? ഈ രാജ്യം ഭരിക്കുന്ന ഏറ്റവും വലിയ ഭരണാധികാരിയുടെ സംസ്ഥാനത്ത് കൂടിയാണ് കഴിഞ്ഞ 3 വർഷം മുമ്പ് 2800 ചില്ലുവാനും കോടിയുടെ മയക്കുമരുന്നാണ് ഈ രാജ്യത്തേക്ക് കടന്നത്. ഇത് കച്ചവടം ചെയ്യുന്ന ആളുകൾ നമ്മൾ വെറുതെ വിടില്ല. ലോകത്തൊരു വർഷം നടക്കുന്നത് 2500 ചില്ലുവാനും കോടി ബില്യൺ, അത്രയും കണക്കിലാണ് ഈ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കച്ചവടക്കാര് ഇത് വേണ്ടെന്ന് പറയും. ശരിക്കും മനുഷ്യന്റെ ജീവിതത്തെ ഒലച്ചു കളയുന്ന
നശിപ്പിച്ചു കളയുന്ന ഇത്രയും വലിയ ബിസിനസ്സാണ് ഇതിന്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് സഹോദരിമാരെ, സഹോദരങ്ങളെ, ഇത് ഒഴിവാക്കാൻ ഈ ബിസിനസ്സുകാർ സമ്മതിക്കില്ല. അപ്പൊ നമ്മുടെ പടയൊരുക്കം ഈ ബിസിനസ്സുകാർക്കെതിരെയാണ്. ഞാൻ പറഞ്ഞു, പ്രവാചകന്റെ ഒരു കഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, നാട്ടിലെ അറിയപ്പെട്ട ഒരു തെമ്മാടി ഒരു മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നോട് 3 തെറ്റുകൾ ചെയ്യാൻ പറയുന്നു, ആ തെറ്റിൽ നിനക്ക് ഏറ്റവും ലഘുവായത് നീ ചെയ്താൽ മതി. അങ്ങനെ അദ്ദേഹത്തിന്റെ മുമ്പിൽ കുറെ മദ്യം കൊണ്ടുവച്ചു. അതേപോലെ പറഞ്ഞു, ഒരു സ്ത്രീയെ നീ അവളോട് മോശമായി പെരുമാറണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഒരു മനുഷ്യനെ കൊല്ലണമെന്ന് പറഞ്ഞു. 3 കാര്യങ്ങളാണ് ഈ തെമ്മാടിയായ മനുഷ്യൻ ആ സ്വാത്വികനായ മനുഷ്യന്റെ മുമ്പിൽ പ്രകടമാക്കിയത്. ആ സ്വാത്വികനായ മനുഷ്യൻ നോക്കി, ഒരു സ്ഥലത്ത് കുറെ മദ്യം ഇരിക്കുന്നു, ഒരു സ്ഥലത്ത് ഒരു പാവപ്പെട്ട സ്ത്രീയെ മോശമായി ഉപദ്രവിക്കാൻ പറയുന്നു, വേറൊരു സ്ഥലത്ത് ഒരു മനുഷ്യനെ കൊല്ലാൻ പറയുന്നു. അപ്പൊ അദ്ദേഹം ആലോചിച്ചു, കൊല വലിയ അപകടമാണല്ലോ, വേണ്ട, ഒഴിവാക്കി. പിന്നെ ഒരു സ്ത്രീയെ ഉപദ്രവിക്കാൻ പറഞ്ഞു, വേണ്ട, സ്ത്രീയോട് ആദരവ് വേണം, സ്നേഹം വേണം, ബഹുമാനം വേണം, അത് മനുഷ്യ സമൂഹത്തിന്റെ നന്മയുടെ ഭാഗമാണല്ലോ, വേണ്ട, ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ഞാൻ തയ്യാറല്ല. അവസാനം അദ്ദേഹം നോക്കിയപ്പോൾ മദ്യം, അത് കുടിച്ചാൽ ഞാൻ മാത്രമല്ലേ നശിക്കുള്ളൂ, എനിക്ക് മാത്രമല്ലേ പ്രശ്നമുള്ളൂ. അദ്ദേഹം വിചാരിച്ചു, ഈ മദ്യം കടിച്ചാൽ പ്രശ്നം തീരുമല്ലോ. അദ്ദേഹം അവസാനമായി ആ മദ്യമെടുത്ത് കടിച്ചു. മദ്യത്തിന്റെ ലഹരി അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തെ മുഴുവനും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന ആ സ്ത്രീയോട് ഏറ്റവും മ്ലേച്ഛമായ നിലയിൽ അയാൾ പെരുമാറി. ആ സ്ത്രീയോട് മോശമായി പെരുമാറി കഴിഞ്ഞപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന ആ സഹോദരിയുടെ രക്ഷിതാവ് രംഗത്ത് വന്നു. ആ സമയത്ത് ആ രക്ഷിതാവിനെ അയാൾ കൊന്നു. കണ്ടോ, മദ്യം ചെയ്ത മഹാവിപത്ത് എന്താണ്? മദ്യം കഴിച്ചതിന്റെ പേരിൽ ഒരു സ്ത്രീയോട് മ്ലേച്ഛമായി പെരുമാറി അതിനെ എതിർത്ത മനുഷ്യനെ കൊന്നു. ചുരുക്കത്തിൽ പ്രവാചകൻ പറഞ്ഞു, മുഴുവൻ തിന്മകളുടെയും മാതാവ് എന്ന് പറയുന്നത് മദ്യമാണ്. നിങ്ങളുടെ താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി, നിങ്ങളുടെ സാമ്പത്തികമായ സുസ്ഥിതിക്ക് വേണ്ടി ഒരുപാട് കുടുംബങ്ങളെ നിങ്ങൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ ശാപം, അവരുടെ നാശം, അവർ വിളിക്കുന്ന അവരുടെ തേങ്ങലുകൾ, അവരുടെ മക്കൾ, അവരുടെ ഭാര്യമാർ, അവരുടെ കുടുംബക്കാരുടെ ശാപം നിങ്ങൾക്ക് അന്ത്യനാള് വരെ ഉണ്ടാകും എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം. അതുകൊണ്ട് എന്നോടും നിങ്ങളോടും എനിക്ക് അവസാനമായി പറയാനുള്ളത്, ലഹരിയുടെ ഒരു വസ്തുവുമായിട്ടും ഒരു രീതിയുമായിട്ട് നമ്മൾ സഹകരിക്കല്ലേ. അത് നമ്മുടെ സമൂഹത്തെ, മനുഷ്യ നന്മയെ, മാനുഷിക സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുമെന്ന് വളരെ വിനീതമായി നിങ്ങളോട് ഉണർത്തിക്കൊണ്ടും ഈ പരിപാടിയിലേക്ക് എന്നെ വിളിച്ചതിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും നിങ്ങൾക്കെന്നും ദൈവികമായ കാരുണ്യവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മുഖ്യപ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ജയ് ഹിന്ദ്. പ്രിയങ്കരനായ നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ KS നിബിൻ ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തി മഹത്തായ ഒരു സന്ദേശം കൂടി നമുക്ക് നൽകിയ എടവനക്കാട് മഹല്ല് ഇമാം മുഹമ്മദ് സലീം നദ്വി, ബാക്കി ജാഥയുടെ വൈസ് ക്യാപ്റ്റനും നമ്മുടെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റുമായ സിനി ഉൾപ്പെടെയുള്ള, രാധാകൃഷ്ണൻ ചേട്ടൻ ഉൾപ്പെടെയുള്ള, ദിൻരാജ് ഉൾപ്പെടെയുള്ള, പറഞ്ഞു വരുമ്പോൾ എല്ലാവരും ഉൾപ്പെടെയുള്ള പ്രിയമുള്ളവരെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് സംസ്ഥാനം എമ്പാടും ലഹരിക്കെതിരായിട്ടുള്ള വലിയൊരു പോരാട്ടത്തിൻ്റെ പാതയിലാണ്. അതിൽ ഭരണസ്ഥാപനങ്ങളെന്ന നിലയിൽ പഞ്ചായത്തും സർക്കാരും ഒക്കെ വലിയ പരിപാടികൾ നടത്തുന്നുണ്ട്. കൂടെ ചേർന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, സാമൂഹ്യ സംഘടനകളുണ്ട്, ജാതിമത സംഘടനകളുണ്ട്, റെസിഡൻസ് അസോസിയേഷനുകളുണ്ട്. അങ്ങനെ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ നമ്മളെ കൊണ്ട് കഴിയുന്നത്രയും ഈ സാമൂഹ്യ വിപത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പിൻ്റെ പോരാട്ടത്തിൻ്റെ പാതയിലാണ് ഇന്ന് കേരളം എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ വേണ്ടി കഴിയും. ഇതൊരു സാമൂഹ്യ വിപത്താണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല.
ഇതുപയോഗിക്കുന്നതുകൊണ്ട് വ്യക്തിയും കുടുംബവും സമൂഹവും വലിയ തകർച്ചയിലേക്ക് പോകും എന്ന കാര്യത്തിൽ ഉപയോഗിക്കുന്നവനും വിൽക്കുന്നവനും യാതൊരു സംശയവുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിൻ്റെ ഉപയോഗവും വിപണനവും വലിയ തോതിൽ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്, ഇന്ന് ലോകം ലാഭത്തിൻ്റെ പിറകെയാണ്. ജീവിതത്തിൻ്റെ ഒരു ഉദ്ദേശം എന്നുള്ളത് പണമുണ്ടാക്കുക എന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. ആ പണമുണ്ടാക്കുന്നതിന്, വളരെ പെട്ടെന്ന് പണക്കാരാകുന്നതിനുള്ള ഏറ്റവും എളുപ്പ വഴി എന്നുള്ള നിലയിൽ ഇന്ന് മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ഈ ലഹരി വസ്തുക്കൾ മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഒരു ചെറിയ പ്രദേശത്ത് എന്തെങ്കിലും ഒരു തരത്തിൽ വിപണനം നടത്തുന്ന ആളുകൾക്കെതിരെ ഭരണ സംവിധാനത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായാൽ വളരെ പെട്ടെന്ന്, അവരുടെ നെക്സസ് വളരെ വിപുലമാണ്, വളരെ പെട്ടെന്ന് നിമിഷങ്ങൾക്കകം അവരുടെ സംഘത്തിൽ ഉൾപ്പെട്ട ആളുകൾ എത്തിച്ചേരുകയും എതിർക്കുന്ന ആളുകളെ കായികമായും ഒക്കെ നേരിടാൻ വേണ്ടി തയ്യാറാവുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ മാറുന്നത്. അപ്പോൾ വലിയ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ലാഭത്തിന്റെ പിറകെ ഓടുന്ന ഒരു ലോകമാണിന്ന് നമുക്കുള്ളത്. ആ ലോകത്ത് ഏറ്റവും എളുപ്പം പണക്കാരാകാൻ വേണ്ടി കഴിയുന്നതിന് വേണ്ടി കൂടുതൽ ലഹരി വസ്തുക്കൾ, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ മനുഷ്യരുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിനും, അതവരെ കൊണ്ട് എത്തിച്ചാൽ മാത്രം പോരാ, അത് വാങ്ങിപ്പിക്കാൻ കൂടി കഴിയണം. ആ വാങ്ങിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ഇടപെടലും നടത്തുക. ആ ഇടപെടലാണ് നമ്മുടെ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽ മിഠായി രൂപത്തിൽ വിതരണം നടത്തുന്ന ഒന്നായി മാറുന്നത്. അവരെ ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു മിഠായിയാണ്. ആ മിഠായിയുടെ രൂപത്തിൽ അത് കൊടുക്കും. ഓരോ ഘട്ടത്തിലുമുള്ള ആളുകൾക്ക്, ഓരോ പ്രായത്തിലുമുള്ള ആളുകൾക്ക് അവർക്ക് സ്വീകാര്യമാകുന്ന വിധത്തിൽ അവരെ ആകർഷിക്കാൻ വേണ്ടി കഴിയുന്ന തരത്തിലുള്ള ലഹരി വസ്തു കൊടുത്തുകൊണ്ട് പതിയെ പതിയെ അതിന്റെ അടിമയാക്കി മാറ്റുന്ന കാഴ്ച നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയാണ്. കഴിഞ്ഞ ദിവസം പോലീസ് ഉദ്യോഗസ്ഥർ കൂടി പങ്കെടുത്ത ലഹരിക്കെതിരായിട്ടുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് ഒരു ഓടിച്ചു നോക്കൽ അല്ലെങ്കിൽ ഒരു പറച്ചിലുണ്ടായിരുന്നു. ആ പറച്ചിലിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയുന്നത്, ഒന്ന് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം, മറ്റൊന്ന് കൊലപാതകം, അതുപോലെ തന്നെ നമ്മൾ റോഡുകളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ കാണുന്ന റോഡ് അപകടങ്ങൾ, അമിത വേഗത്തിലും അശ്രദ്ധമായും വാഹനം ഓടിക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന റോഡ് അപകടങ്ങൾ, അങ്ങനെയെല്ലാമുള്ള പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് ഒരു പരിശോധന നടത്തി. പല പല ഘട്ടത്തിൽ പലപ്പോഴും നമുക്ക് തോന്നും ഇതൊന്നും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ എന്ന് ചിന്തിക്കും. പക്ഷേ റോഡ് അപകടങ്ങളുടെ എണ്ണം കൂടുന്നു, കൊലപാതകങ്ങളുടെ എണ്ണം കൂടുന്നു. ഇപ്പൊ കൊലപാതകങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്തടക്കം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കൊലപാതകങ്ങൾ നടക്കുകയാണല്ലോ. കൊലപാതകങ്ങളുടെ എണ്ണം പറയുമ്പോൾ ഒരാളെയെല്ലാം കൊന്നിരുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, മരണപ്പെടുന്ന സംഭവം ഉണ്ടാകുമ്പോൾ പേടിച്ചിരുന്ന ആളുകളാണ്. ഇപ്പൊ 1 എന്നുള്ളത് ആകർഷകമല്ല എന്ന രീതിയിലേക്ക് മാറി. മിനിമം ഒരു 2ഓ 3ഓ ആളെ കൊല ചെയ്യണം എന്നുള്ള നിലയിൽ അക്രമകാരികൾ എത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ നടക്കുന്ന പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങളെല്ലാം തമ്മിൽ പരസ്പരം യാതൊരു ബന്ധവുമില്ല എന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കുക. പക്ഷേ അശ്രദ്ധമായും അമിത വേഗതയിലും വാഹനം ഓടിക്കുന്ന ആളുകൾ, അപകടമുണ്ടാക്കുന്ന ആളുകൾ, അവരെ പരിശോധിക്കുമ്പോൾ അവർ അമിതമായി ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും. കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുന്ന അക്രമകാരി അവൻ ലഹരി ഉപയോഗിക്കുന്നവനാണെന്നുള്ളത് കാണാൻ വേണ്ടി കഴിയും. സ്ത്രീകളെ ശാരീരികമായി ഉപദ്രവിക്കുന്നവൻ അവൻ ലഹരി ഉപയോഗിക്കുന്നതാണെന്ന് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ സമൂഹത്തിനകത്ത് ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങൾ, അത് നടത്തുന്നവരെല്ലാവരും തന്നെ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് കാണുകയാണ്. അപ്പൊ അതൊരു വലിയ സാമൂഹ്യ വിപത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നേരത്തെ ഇമാം പറഞ്ഞതുപോലെ ഒരു ചെറിയ രീതിയിൽ മദ്യം ഉപയോഗിച്ചതുകൊണ്ട് സമൂഹത്തിന് കുഴപ്പമില്ലല്ലോ എന്നാണ് ചിലപ്പോഴൊക്കെ ആളുകൾ ചിന്തിക്കുന്നത്. ആ സമൂഹത്തിന് കുഴപ്പമുണ്ടാവുന്നത് അവരേർപ്പെടുന്ന ചില കാര്യങ്ങളിലൂടെയാണ്. മദ്യം ഉപയോഗിച്ച് ശേഷം വണ്ടി ഓടിച്ചാൽ ബാലൻസ് കിട്ടണമെന്നില്ല, ശ്രദ്ധ കിട്ടണമെന്നില്ല, അപകടമുണ്ടാവും. ചിലപ്പോൾ കൂടെയുള്ള ആളെ തിരിച്ചറിയാൻ വേണ്ടി കഴിയണമെന്നില്ല. അതുകൊണ്ടാണ് അമ്മയെയും പെങ്ങളെയും അയൽവക്കക്കാരിയെയും ഒക്കെ ആക്രമിക്കുന്ന തരത്തിലേക്കൊക്കെ വരുന്നത്. ഞാൻ ദീർഘമായി സംസാരിക്കാൻ വേണ്ടി
നൂലാണ് പൊട്ടിച്ചു